ഇപ്പോൾ ഇവിടെ പ്രതീകമായി വന്ന മഹാബലിയുടെ ഓർമ്മ, കടന്നുപോയ ഒരു ദിവസം നമ്മൾ ആചരിച്ച ആദരണീയനായ അയ്യങ്കാളിയുടെ ഓർമ്മ, കടന്നു വരാൻ പോകുന്ന ഒരു ദിവസം ആദരണീയനായ സമാരാധ്യനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഓർമ്മ ഒക്കെ നമ്മളുടെ ഓണത്തെ ഏറ്റവും മഹനീയമാക്കി തീർക്കുന്നുണ്ട്. വിദ്യാഭ്യാസം എല്ലാവർക്കും നിഷിദ്ധമായിരുന്ന, അതായത് താഴ്ന്ന ജാതി എന്നോ ഒക്കെ പറഞ്ഞ് ആരൊക്കെയോ വിശേഷിപ്പിച്ചിരുന്ന ഒരു വിഭാഗത്തിന് നിഷിദ്ധമായിരുന്ന സാഹചര്യത്തിൽ പഞ്ചമിയുടെ കയ്യും പിടിച്ച് ഒരു കൂട്ടം സ്കൂളിലേക്ക് കടന്നു എന്ന അയ്യങ്കാളി തങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചില്ല എങ്കിൽ ഒരു പ്രദേശത്തും നിങ്ങളുടെ വയലുകളിൽ ഞങ്ങൾ പണിയെടുക്കില്ല എന്ന് പറഞ്ഞ് മേലാളന്മാരെ വെല്ലുവിളിച്ച അയ്യങ്കാളി ആ ഒരു കൂട്ടം സ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങളിൽ ആ വിഭാഗത്തിൽപ്പെട്ട മക്കൾക്ക് പഠിക്കാൻ അവസരമൊരുക്കിയത് നമ്മളുടെ മുൻപിൽ മാതൃകയാണ്. അതേപോലെ തന്നെയാണ് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ജനങ്ങളെ ഏറ്റവും ഉന്നതിയിലേക്ക് വരാൻ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഒന്നാണ് എന്ന ചിന്താഗതിയിലേക്ക് കൊണ്ടുവന്ന് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച് നമ്മളെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ വഴികളും ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല. വളരെ കാലങ്ങൾക്ക് ഇന്നത്തെ ഓണാഘോഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ അധ്യാപികയായി എത്തുമ്പോൾ എൻ്റെ രക്ഷിതാവ് എൻ്റെ അടുത്ത് പറഞ്ഞത് കുട്ടനാട്ടിലേക്കാണ് പോകുന്നത്, വിശപ്പില്ലാത്ത നാട്ടിലേക്കാണ് പോകുന്നതെന്ന്. ഒരുപാട് അഭിമാനത്തോടെയാണ് ഞാൻ കുട്ടനാട്ടിലെ ഒരു സ്കൂളിൽ ജോലിക്ക് വരുന്നത്. പക്ഷെ ഉച്ച സമയത്ത് 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന എൻ്റെ മക്കൾ കൂടുതൽ പേരും വരാന്തയിൽ നിരന്നിരിക്കുമായിരുന്നു, ഭക്ഷണമില്ലാതെ. അതേപോലെ പുസ്തകമില്ലാതെ പുറത്തിറക്കി നിർത്തിയ മക്കളുണ്ടായിരുന്നു, യൂണിഫോം ഇല്ലാത്തതിൻ്റെ പേരിൽ പുറത്തിറക്കി നിർത്തിയ മക്കളുണ്ടായിരുന്നു. ആ കാലത്ത് ആ യൂണിഫോമിന് വേണ്ടി നിങ്ങളെല്ലാം പോകുന്ന SM ടെക്സ്റ്റൈൽസിൻ്റെ ശ്രീരാമൻ ചേട്ടൻ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾ പുസ്തകം വാങ്ങാൻ വേണ്ടി തീരദേശ റെയിൽവേയുടെ പണിക്ക് പോയി പണം സമ്പാദിച്ച് പുസ്തകം വാങ്ങി ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. അതൊരു കാലം. ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ പുറത്തിറങ്ങിയിരുന്ന കുട്ടികൾ, പുസ്തകമില്ലാത്തതിൻ്റെ പേരിൽ വേദന അനുഭവിച്ച കുട്ടികൾ, യൂണിഫോം ഇല്ലാത്തതിൻ്റെ പേരിൽ വേദന അനുഭവിച്ച കുട്ടികൾ, തൻ്റെ മക്കൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വിയർപ്പൊഴുക്കി അധ്വാനിച്ച രക്ഷിതാക്കൾ, ഇവരെല്ലാം നമ്മളുടെ മുൻപിൽ മാതൃകയായി നിൽക്കുമ്പോൾ ഇന്നത്തെ മക്കളുടെ സാഹചര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ടേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയൂ. ഈ